ഹലോ, മിന്നു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ദേ അവളെന്നെ കൊണ്ടാക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഷോപ്പ് തുറക്കണം കേട്ടോ. പിന്നെ മണിയേട്ടൻ എങ്ങോട്ടൊക്കെ പോവാണ്ട്, അത് കാരണം കൊണ്ട് മിന്നുവിനെ എൻ്റെ കൂടെ നിർത്തിക്കണതാണ് കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് വ്ളോഗ് എടുക്കണം. ഇന്ന് കാറിലാണ് പോകുന്നത് കേട്ടോ, മൂന്നാളുള്ള കാരണം കൊണ്ട്. അപ്പോൾ വീടൊക്കെ പൂട്ടി ഞാൻ തുണികളൊക്കെ തിരുമ്പിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയിക്കാണ്, അത് കാരണം കൊണ്ടാണ് വേറെ ആരും ഇല്ലാത്തത്. അവള് പിന്നെ ഫസ്റ്റ് തന്നെ കാറിൽ കയറി കേട്ടോ. എൻ്റെ ക്രോക്സ് ആട്ടം മിന്നു ഇട്ടിക്കട്ടെ, അവള് ഷൂ ഇട്ട കാരണം കൊണ്ട് ചെരുപ്പില്ല എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ വേറെ ചെരുപ്പ് ഇട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ അവിടുത്തെ വ്യൂസ് ഒക്കെ കേട്ടോ. നമ്മൾ നേരെ കടയിൽ പോയിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, തീറ്റ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ മിന്നൊരു ലേസ് മേടിച്ചിട്ടുണ്ട്, എന്താ മെഡിറ്ററേനിയൻ ചീസ് ഫ്ലേവർ അങ്ങനെ എന്താ പറഞ്ഞിട്ട്. പിന്നെ അവൾക്ക് കുറേ റെക്കോർഡ് എഴുതാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ റെക്കോർഡൊക്കെ എഴുതി. പിന്നെ വൈകിട്ടും വന്നു കേട്ടോ. നമ്മൾ ഉച്ച വരുമ്പോൾ ഷോപ്പ് അടച്ചേന്ന്. അപ്പോൾ വന്നിട്ട് നമ്മൾ കുപ്പിയും പാട്ടൊക്കെ പറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് വെള്ളം നിറയ്ക്കണം, അതിനായിട്ടാണ്. നമ്മുടെ കാറിൽ ലഗേജുകളൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വടക്കാഞ്ചേരി പോയിട്ട് ഇന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പോണ വഴിക്ക് നമ്മളൊന്ന് ബസാറിൽ കയറണം. നമുക്ക് കുറച്ച് പാത്രങ്ങളും ട്രേകളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വടക്കാഞ്ചേരിയിലാണെങ്കിൽ കുറേ ബസാറുകളുണ്ട് കേട്ടോ, 2-3-4 ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നേരെ പോയിട്ട് നമ്മൾ പ്രിൻസ് ജ്വല്ലറിയുടെ അടുത്തുള്ള ഒരു ബസാറിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇത് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ട്രേകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു വട്ടം പോലത്തെ പാത്രവും മേടിച്ചു, പിന്നെ 2-3 ട്രേയും മേടിച്ചു കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു ജലദോഷം ഇതൊക്കെ ഉണ്ട്, ചുമയൊക്കെ ഉണ്ട്, അതിൻ്റെ കൊണ്ട് കേട്ടോ സൗണ്ടിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ കുറേ സംഭവങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഇതുപോലത്തെ ഒരു അടപ്പുള്ള പാത്രം മേടിച്ചു കേട്ടോ. ഇങ്ങനത്തെ ഉള്ളു അവിടെ കിട്ടണത്. ഉണ്ണി പിന്നെ അവിടെ എല്ലായിടത്തും ഓടി നടന്നിട്ട് എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മിന്നുവിന് എക്സാമിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ മേടിച്ചു, സെർവിങ് പ്ലേറ്റ്, പിന്നെ മറ്റേ ഉപ്പും കുരുമുളകൊക്കെ ഇടുന്ന സാധനമല്ലേ, അതൊക്കെ മേടിച്ചു. പിന്നെ ബൗളുകൾ മേടിച്ചിട്ടുണ്ട്, നമുക്ക് സാലഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര പാത്രമൊക്കെ മേടിച്ചു കൊണ്ടുപോകണത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാഷ്യർ, ആർക്കിടെങ്കിലും കുട്ടി പൈസ കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഈ ട്രൈകളൊക്കെ ആയിട്ട് മേടിച്ചത് ഇതൊക്കെ നേരെ കടയിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോകണം. ഇതേണ്ട മഴ തൂളി നിന്നിരുന്ന മഴ പെരുമഴയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. ഉണ്ണിയുടെ മുടി വെട്ടടിക്കാൻ പോവുകയാണ് കേട്ടോ. രണ്ടാമത്തെ തവണയാണ്. കഴിഞ്ഞ കൊല്ലം മുട്ടടിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ കൊല്ലം മെയ്യിലായിരുന്നു കേട്ടോ. 1 വർഷം ആയിട്ടില്ല, പക്ഷെ നല്ലോണം മുടി വളർന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ചൂടുകുരുവിൻ്റെ പ്രശ്നം, തലവയർപ്പ്, ചൂട്, അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടറിനെ പറഞ്ഞത് ഒന്നുകൂടി മുട്ടടിച്ചോളൂ, അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താ മുട്ടയൊക്കെ അടിച്ച് നല്ല കുട്ടിയായിട്ടുണ്ട്, കരയാതെ ഇരുന്നു കേട്ടോ. ഇനി ഇത് അച്ഛൻ്റെയും മോളുടെയും ഷോയാണ് കേട്ടോ. പിന്നെ വേറെ സംഭവം കാണിക്കാമെന്ന് വെച്ചതേ, ഈ ബ്യൂട്ടി പാർലറിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഷട്ടർ കണ്ടില്ലേ, ഇത് ഞങ്ങളുടെ ആദ്യത്തെ കടയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അല്ല, കല്യാണം കഴിഞ്ഞൊക്കെ മുന്നേ ചേട്ടൻ്റെ കടയായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ ഡ്രസ്സ് കടയായിരുന്നു, മെൻസ് വെയറിൻ്റെ കടയായിരുന്നു കേട്ടോ. പിന്നെ മുട്ടടിച്ച കുട്ടിയുടെ കുറച്ച് ഷോ ഒക്കെ ഉണ്ട്. രാവിലെ മുതൽ ഉറങ്ങാത്ത കാരണം കൊണ്ടുള്ള ഒരു കലപിലയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ മിന്നുനെ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. മിന്നുനെ കൊണ്ടാക്കാൻ നമ്മൾ സ്വീറ്റ് കോണും പാലും ബൂസ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നേരെ വീട്ടിലെത്തി ഇനി അവിടെ പോയിട്ടൊരു ബൂസ്റ്റും കുടിക്കണം, റസ്കൊക്കെ കഴിച്ചു, പിന്നെ സ്വീറ്റ് കോൺ പുഴുങ്ങി കഴിച്ചു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായില്ലോ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരണം. ഒരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ, നേരം മ്യാവ് മ്യാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്വീറ്റ് കോൺ എങ്ങനെ കഴിക്കേണ്ടതെന്നാട്ടെ എനിക്കിത് പഠിപ്പിച്ച് തരികയാണെ ഒരാൾ. ഇത് ഇങ്ങനെ കടിച്ച് വലിക്കണം. ആൾക്കാണെങ്കിൽ ചിക്കൻ പീസൊക്കെ ഇങ്ങനെ എല്ലാ പീസായിട്ട് കടിച്ച് വലിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ എങ്ങനെ കടിച്ച് വലിച്ച് തിന്നാണ് നാട്ടെ എനിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അച്ഛൻ പോണ കാരണം കൊണ്ട് അച്ഛനും ഉമ്മയൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേറെ സംഭവം കണ്ടില്ലേ, വീഡിയോ എടുത്ത് ക്ലിയർ ആവാത്ത കാരണം കൊണ്ട് കേട്ടോ, ചുണ്ടത്തൊക്കെ കൺമഷി തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട അടിച്ചിട്ടൊന്ന് മേലൊക്കെ കഴുകിയ ശേഷം കുളിപ്പിച്ച ശേഷം തലയിൽ ചന്ദനമൊക്കെ തേച്ചിട്ട് അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോരാണ് കേട്ടോ. അമ്മ എത്തിയിട്ടില്ല കേട്ടോ, അമ്മയ്ക്ക് വർക്ക് കഴിഞ്ഞിട്ട് അമ്മ എത്തിയിട്ടില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമല്ലേ. പോകുമ്പോഴത്തേക്ക് അകത്തേക്ക് ഓടിപ്പോയ കുരിപ്പിനെ നമ്മളിതേ പിടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതെല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയാവുമല്ലോ. അപ്പോൾ ഇതേ ടാറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി പോവുകയാണ്. ഇനി അവർ വെക്കേഷൻ സമയത്തൊക്കെ വരും. അപ്പോൾ അത്രയേ ഉള്ളൂ, ടാറ്റാ.